ഹലോ ഗൈസ്, നമസ്കാരം നമസ്കാരം നമസ്കാരം. ഇന്ന് സ്ലോവാക്യയിലെ ബ്രാറ്റിസ്ലാവയിൽ ഞങ്ങൾ ഒരു സൺഡേ പ്രമാണിച്ച് നടക്കാനിറങ്ങി. അങ്ങനെ നടക്കാനിറങ്ങിയ സമയത്ത് ഇന്ന് നമ്മുടെ ഈ ഒരു ട്രാക്കിൽ കണ്ടിട്ടുള്ള ആളുകളാണ്. എത്രയോ ആളുകളെ കണ്ടു. ആരോഗ്യം സർവ്വധനാൽ പ്രധാനം എന്നാണല്ലോ. അപ്പോൾ ആരോഗ്യം സർവ്വധനാൽ പ്രധാനമായതുകൊണ്ട് തന്നെ വളരെയധികം ആളുകൾ ഇന്ന് ഇവിടെ ഓടാൻ, സൈക്ലിംഗ് ആയിട്ട് നടക്കുന്നുണ്ട്. കാരണം യൂറോപ്പിലെ ഭൂരിഭാഗം ജനങ്ങളും പൊതുവെ ആരോഗ്യം ശ്രദ്ധിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ എത്ര പേര് ഇന്ന് സൈക്ലിങ്ങിൽ ഏർപ്പെടുന്നുണ്ട്. മാത്രമല്ല, ഇവിടെ സൈക്കിളിന് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള ട്രാക്ക് ഉണ്ട്. നമ്മുടെ നാട്ടിൽ പ്രത്യേകമായ ട്രാക്കില്ല. നമ്മുടെ നാട്ടിലുള്ളത് എങ്ങനെയാണ്? റോഡിൻ്റെ സൈഡിലൂടെയൊക്കെയാണ്. അപ്പോൾ റോട്ടിലൂടെ സൈക്കിൾ ഓടിച്ച് പോകുന്നത് നമ്മുടെ നാട്ടിൽ വളരെയധികം പ്രയാസമാണ്, മാത്രമല്ല അപകടമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ ആരും തന്നെ സൈക്കിൾ സവാരിക്ക് രാവിലെ ഇറങ്ങാറില്ല. മാത്രമല്ല, പട്ടികളുടെ സ്വന്തം നാടായി നമ്മുടെ നാട് മാറിയിട്ടുണ്ട്. അപ്പോൾ കുറേ പ്രശ്നങ്ങൾ അങ്ങനെയുണ്ട്. സൈക്കിളിൻ്റെ പിന്നാലെ പട്ടി വന്ന് നമ്മളെ കടിക്കാൻ വരെ സാധ്യതയുണ്ടെന്നാണ് ചുരുക്കി പറയുന്നത്. ഇവിടെ നോക്കൂ, നേരെ തിരിച്ചാൽ തെരുവ് പട്ടി എന്ന് പറയുന്ന സംവിധാനമില്ല. എല്ലാവരും നല്ല വളർത്തു പട്ടികളെ, മക്കളേക്കാൾ പ്രാധാന്യം ഇവിടെ വളർത്തു പട്ടികൾക്കുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ഹെൽത്ത് ശ്രദ്ധിക്കുന്ന ആളുകളാണ് ഇവിടെ ഉള്ളത്. ഞാൻ പറഞ്ഞു വന്നത് അതാണ്. എല്ലാവരും, ഞാൻ ഇന്നലെ 70 വയസ്സുള്ള ഒരു അപ്പൂപ്പൻ നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് അയാളെ കണ്ടു. അദ്ദേഹം ഓടി ഇങ്ങനെ നടന്നു പോവുക, ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആ ഓടി നടക്കുക എന്നല്ല ഉദ്ദേശിച്ചത്, ഓടി 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 പതുക്കെ ജോഗ് ചെയ്തുകൊണ്ട് പോകുന്നു. വളരെയധികം രസം. പക്ഷേ നമ്മുടെ നാട്ടിലെ ആളുകൾ ശ്രദ്ധിക്കണം. കാരണം നമ്മുടെ നാട്ടിലെ ആളുകൾ ഈ വെള്ളമടി ബാക്കിയുള്ള സംഭവങ്ങളായിട്ട് ആരോഗ്യം ശ്രദ്ധിക്കാതെ പോകുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ആളുകൾ നേരെ തിരിച്ചാണ്. അപ്പോൾ ആരോഗ്യമാണ് സർവ്വധനാൽ പ്രധാനം. ജീവിതത്തിലെ ഏറ്റവും വേണ്ടുന്നൊരു സാധനം ആരോഗ്യമാണ്. ആരോഗ്യം വേണം, സമ്പത്ത് വേണം. അപ്പോൾ അത് രണ്ടും ഉണ്ടെങ്കിൽ ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക്കലി നമ്മൾ എത്തിച്ചേരുമെന്നാണ് ആരോ പണ്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ആരോഗ്യം ശ്രദ്ധിക്കണം. ഞാൻ ഈ ഒരു കാഴ്ച ഇവിടെ ഇത് പകർത്താൻ കാരണം എനിക്ക് വളരെ സന്തോഷമായി. അപ്പോൾ നമുക്കിതൊരു ഇൻസ്പിറേഷനായി. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ഒരു 2 ആഴ്ചയായിട്ട് കൃത്യമായിട്ട് നടക്കാൻ ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഞാനും തന്നെ ഈ ബോഡി മാസ് ഇൻഡെക്സ് വിട്ടിട്ട് ഒരുപാട് മുകളിലുള്ള ഒരാളായതുകൊണ്ട് ഒന്ന് തടി കുറയ്ക്കണം എന്നുള്ള ആഗ്രഹത്തിലാണിപ്പോൾ. നാട്ടിൽ നിന്ന് അത് നടന്നിട്ടില്ല, ഇവിടെ നിന്നെങ്കിലും നടത്തണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇനി എന്നും നടക്കാൻ ഇറങ്ങാൻ ആഗ്രഹിക്കുന്നു.